പേരാമ്പ്രയുടെ മണ്ണിൽ ഒരു സഹോദരിയെ സ്ഥാനാർത്ഥിയാക്കി മുസ്ലിം ലീഗ് നടത്തുന്ന സ്വകാര്യ പ്രചാരണം നമ്മുടെ വോട്ടുകൾ നമ്മുടെ കൗമിലെ കുട്ടിക്ക് എന്നാണ്. അത് മത ഏകീകരണത്തിന്റെ ചിഹ്നം വിളിയാണ് മുസ്ലിം ലീഗ് നടത്തുന്നത്. മതവർഗീയതയുടെ തന്ത്രമാണ് പേരാമ്പ്രയുടെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ അവർ പയറ്റുന്നത്. സമത്വബോധമുള്ള മനുഷ്യർ മുസ്ലിം ലീഗിന്റെ മതരാഷ്ട്രീയ ധ്രുവീകരണത്തെ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ മനുഷ്യർ ജാതിക്കും മതത്തിനും അപ്പുറത്താണ്. മതസാഹോദര്യത്തെ ഊട്ടി വളർത്തേണ്ടവരാണ്. LDF മതരാഷ്ട്രീയത്തിന്റെ പക്ഷത്തല്ല, മനുഷ്യപക്ഷത്താണ്. പേരാമ്പ്രയുടെ മണ്ണ് മനുഷ്യപക്ഷത്താണ് എന്ന് തെളിയിക്കാൻ നിങ്ങളുടെ വോട്ടുകൾ ഇടതുപക്ഷത്തിന് രേഖപ്പെടുത്തുക. പേരാമ്പ്രയിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ഫാത്തിമ തഹ്ലിയ അവർക്കെതിരെ CPM നടത്തുന്ന ഒരു വർഗീയ പ്രചരണം ഇപ്പം വലിയ വിവാദമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഒരു അനൗൺസ്മെന്റ് വിവാദമായിരിക്കുന്നത്. ആ അനൗൺസ്മെന്റിൽ പറയുന്നത് ഇതാണ്: CPMന്റെ പേരാമ്പ്രയുടെ മണ്ണിൽ ഒരു സഹോദരിയെ സ്ഥാനാർത്ഥിയാക്കി മുസ്ലിം ലീഗ് നടത്തുന്ന സ്വകാര്യ പ്രചരണം നമ്മുടെ വോട്ടുകൾ നമ്മുടെ ഖൗമിലെ കുട്ടിക്ക് എന്നാണ്. മത ഏകീകരണത്തിന്റെ ചിഹ്നം വിളിയാണ് ലീഗ് നടത്തുന്നത്. മതവർഗീയതയുടെ തന്ത്രമാണ് പേരാമ്പ്രയുടെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ പയറ്റുന്നത് തുടങ്ങിയ രീതിയിലാണ്. അതുകൊണ്ട് സമത്വബോധമുള്ള എല്ലാവരും മനുഷ്യർ മുസ്ലിം ലീഗിന്റെ മതരാഷ്ട്രവാദത്തെ ചെറുത്തു തോൽപ്പിക്കണം എന്നാണ് ഈ അനൗൺസ്മെന്റിൽ ഇങ്ങനെ റോഡിലൂടെ ഒരു ജീപ്പിലൂടെ നടത്തി പറയുന്നത്. ഇതിനെതിരെ ഇപ്പം കോൺഗ്രസ് പരാതി കൊടുത്തിരിക്കുകയാണ്. TP രാമകൃഷ്ണന് കോഴിക്കോട് ഡെപ്യൂട്ടി കളക്ടർ നോട്ടീസൊക്കെ അയച്ചിരിക്കുകയാണ്. നമ്മൾ ഇതിനെ താരതമ്യപ്പെടുത്തേണ്ടത് ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള B ഗോപാലകൃഷ്ണൻ നടത്തുന്ന ഒരു വർഗീയ പ്രചരണവുമായിട്ടാണെന്നാണ് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്താ, 1977 മുതൽ ഈ കാലം വരെ അവിടെ MLA ആയി വന്നിട്ടുള്ളത് മുഴുവൻ മുസ്ലിങ്ങളാണ്. ഒരു ഹിന്ദുവിനെ പോലും MLA ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം എന്നുള്ളൊരു ഏകീകരണമാണ് അദ്ദേഹം നടത്തുന്നത്. തീർച്ചയായിട്ടും BJPയും CPMന്റെയും ഈ വർഗീയത തന്നെയല്ലേ BJP ഇത് നടത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരൊരു RSSന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാക്കിയ മത രാഷ്ട്രീയ പാർട്ടിയാണ്. പിന്നീട് അത് അല്ല എന്ന് പറഞ്ഞാലും എത്രയായാലും അവർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അദ്ദേഹം മത ധ്രുവീകരണം ഉണ്ടാവണം, സാമുദായിക ധ്രുവീകരണം ഉണ്ടാവണം എന്ന ഉദ്ദേശത്തോടെ പറയുന്ന ഈ വാചകങ്ങൾ അത് തീർച്ചയായും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് എതിരാണ്. അദ്ദേഹത്തിനെതിരെ പരാതി പോയിട്ടുണ്ട്. അവിടെ അദ്ദേഹം വീണ്ടും പറഞ്ഞിട്ടുണ്ട്, ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോകുന്ന ആള് ഞാൻ മാത്രമായിരിക്കും, വേറെ ആർക്കും അവിടെ പോകാൻ പറ്റില്ല. അതും ഒരു മത ധ്രുവീകരണത്തിന്റെ ഭാഗമായിട്ട് തന്നെയുള്ള ഒരു കാര്യമാണ്. മതചിഹ്നങ്ങളോ അമ്പലങ്ങളോ പള്ളികളോ ഒന്നും താവാൻ പാടില്ല എന്നാണ്. അതുകൊണ്ടാണ് ശബരിമല വിവാദത്തിൽ പലപ്പോഴും പല കേസുകളും പലർക്കെതിരെയും വന്നത്. ഇവിടെ ഈ പേരാമ്പ്രയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അവിടെ മുസ്ലിം ലീഗിൻ്റെ ഒരു തീപ്പൊരി പെൺകുട്ടിയാണ് വനിതാ സ്ഥാനാർത്ഥിയായി വന്നത്. അവർ കുറഞ്ഞ സമയങ്ങൾ ഫാത്തിമ കുറച്ച് ദിവസം കൊണ്ടാണ് ഇളക്കി മറിക്കുകയും പേരാമ്പ്രയെ കയ്യിലെടുക്കുകയും ചെയ്തത്. വലിയ കുതിച്ച് കയറ്റമാണ് അവിടെ വന്നത്. ഷാഫി പറമ്പിൽ അവിടെ വന്ന സമയത്ത് നിലം തൊടാൻ പറ്റാത്ത വിധത്തിലുള്ള ജനസഞ്ചയമായിരുന്നു. അത്രയ്ക്കും വലിയ പ്രചരണമാണ് അവിടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള അവർ നടക്കുന്നത്. ഞാൻ വളർന്നതും ജനിച്ചതും എല്ലാം തന്നെ കോഴിക്കോടാണ്. ഈ കോഴിക്കോട് മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ നമുക്കറിയാം, കുറ്റിച്ചെറിയും കിണാശ്ശേരിയും അടക്കമുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കും ഈ മുസ്ലിം ലീഗിന് ഭയങ്കര ശക്തി. പക്ഷെ ഇവിടെയൊക്കെ തന്നെ വർഗീയത പറഞ്ഞിട്ട് അവർ നടക്കുന്നത് ഞാൻ കാണാറില്ല. മുസ്ലിം ലീഗിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ ഒരു മുസ്ലിം ലീഗ് എന്നുള്ള സംഘടനയാണെങ്കിലും മതേതരത്തിൽ ഊന്നിക്കൊണ്ടുള്ള എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് അവർക്കുള്ളത്. മലപ്പുറത്തൊക്കെ കൃത്യമായി എനിക്കറിയാം, മലപ്പുറത്തൊക്കെ ഞാൻ എല്ലാ മുസ്ലിം ലീഗിൻ്റെ ആളുകളെ നല്ല ബന്ധമാണ്. പക്ഷെ അവരെ എപ്പോഴും മതസൗഹാർദ്ദത്തിൽ അടിസ്ഥാനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ശിഹാബ്ദങ്ങളെ പറ്റിയൊക്കെ നമ്മൾ അങ്ങനെയാണ് ബഹുമാനിക്കുന്നത്. ഇപ്പോൾ സാദിഖലി ശിഹാബ്ദങ്ങളെ പറ്റിയിട്ടാണെങ്കിലും അവരൊന്നും വർഗീയത പറയാറില്ല. മറ്റു മതക്കാരെ അംഗീകരിച്ചുകൊണ്ടും മറ്റു മതക്കാരും നമ്മൾ ഒരുമിച്ച് നിന്നാലേ ഈ സമൂഹം ഉണ്ടാവൂ എന്നുള്ള രൂപത്തിൽ മാത്രമാണ് അവർ പ്രചരണവും അതേപോലെ മുന്നോട്ട് പോകുന്നതും ജീവിക്കുന്നതും. അല്ല എങ്കിൽ പ്രശ്നം തീരുന്നത് അവർക്കെതിരെയാണ് പ്രശ്നം ഉണ്ടാവുക. ഇപ്പം പേരാമ്പ്രയിൽ കുറച്ച് കൂടുതൽ പ്രാതിനിധ്യമുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ഈ ഇങ്ങനെ ഏകീകരണം ഉണ്ടാകും എന്നുള്ള ഒരു ധാരണയോടുകൂടി ബാക്കി മതങ്ങളുടെ വോട്ട് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് CPMനെ പോലെ ഒരു പാർട്ടി, പ്രത്യേകിച്ച് TP രാമകൃഷ്ണൻ മത്സരിക്കുന്ന സ്ഥലമാണ്. TP രാമകൃഷ്ണൻ മുൻ മന്ത്രിയാണ്, എക്സൈസ് മന്ത്രിയായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹം ഇടതുപക്ഷ മുന്നണി കൺവീനറാണ്. അപ്പോൾ അവിടെ ഇത്തരത്തിൽ മത ധ്രുവീകരണം ഉണ്ടാവണമെന്ന ഉദ്ദേശത്തോടുകൂടി മതത്തിൻ്റെ പേരിൽ ഇവർ ഇങ്ങനെ വോട്ട് പിടിക്കുന്നു,
മുസ്ലിം മതത്തിന്റെ വോട്ട് അവർക്ക് ബാക്കി മതങ്ങളെല്ലാം കൂടെ എന്നെ വിജയിപ്പിക്കണം എന്നുള്ള രൂപത്തിൽ TP രാമകൃഷ്ണനെ പോലുള്ള സമുന്നതനായ ഒരു നേതാവിന് വേണ്ടി അവിടെ പ്രചരണം ഇത്രയും അഴിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ഇവരെത്രമാത്രമാണ് ഏതൊക്കെ വഴികളിലൂടെയാണ് വോട്ട് പിടിക്കുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോയി. ഏത് തറവേല കാണിച്ചു, ഏത് വൃത്തികേട് കാണിച്ചു ആണ് CPM ഇപ്പോൾ വോട്ട് പിടിക്കുന്നത് എന്നുള്ളതാണ് സത്യം. കാരണം തോൽവി അവരെ മുന്നിലേക്ക് ഭീകരമായ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഭീകരമായ തോൽവിയെ എങ്ങനെ മറികടക്കാം, അതിന് ഏതറ്റം വരെയും പോയി സമൂഹത്തിൽ വർഗീയ കലാപം ഉണ്ടാക്കുക, വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക, സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുക, അങ്ങനെ വോട്ട് പിടിക്കുക എന്നുള്ള ലെവലിലേക്ക് CPM തരം താന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇത് നേരത്തെ ഷാഫി പറമ്പലിനെതിരെ കാഫിർ സ്ക്രീൻഷോട്ട് വഴി ഉണ്ടാക്കിയ ഒരു പ്രചരണം ഉണ്ടായിരുന്നു. അത് ഉണ്ടാക്കിയത് ആർക്ക് തിരിച്ചടിയായി? നമ്മുടെ അവിടുത്തെ ശൈല ടീച്ചർക്ക് തിരിച്ചടിയായി. 1,00,000-ൽ മേലെ വോട്ടിന് ദയനീയമായിട്ടാണ് വടകര പോലുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ കുത്തക സീറ്റ്, കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ കുത്തക സീറ്റ് എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ശക്തിയുള്ള സ്ഥലങ്ങൾ മാത്രമുള്ള വടകര നിയോജകമണ്ഡലത്തിൽ അദ്ദേഹം ജയിച്ചത് 1.5 ലക്ഷം വോട്ടിനാണ്. അത് ഉണ്ടായിട്ട് പോലും അത് വലിയ വിവാദമായി പരാതി കൊടുത്തു. ഈ പറയുന്നത് ഷാഫി പറമ്പിലാണ് പ്രചരിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് വലിയ പ്രചാരണമൊക്കെ ഉണ്ടാക്കി. അവസാനം എന്തായി? അത് ഈ ഇടതുപക്ഷത്തിന്റെ ആൾക്കാർ തന്നെ പ്രചരിപ്പിച്ചതാണ് എന്ന് കണ്ടെത്തി. ആ രൂപത്തിലായിട്ട് ഷാഫി പറമ്പിലിന് എന്തെങ്കിലും പറ്റിയോ? ഇല്ല. ഷാഫി പറമ്പിലിന് അതോടുകൂടി ഭയങ്കരമായ ജനപിന്തുണ വർദ്ധിച്ചു. ഇന്ന് ഷാഫി പറമ്പിൽ എവിടെ പോയാലും ജനക്കൂട്ടമാണ്. ഇന്നലെയൊക്കെ പത്തനാപുരം കൊട്ടാരക്കരയുള്ള അടക്കമുള്ള സ്ഥലങ്ങളിൽ ഷാഫി പറമ്പിൽ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും വലിയ അവിടെ ഒരു പ്രളയം മാതിരിയാണ് ജനങ്ങൾ വരുന്നത്. ഈ കോതമംഗലത്തൊക്കെ അവിടെ ഒരു പിന്നിലായിരുന്നു വേണമെങ്കിൽ പറയാം സ്ഥാനാർത്ഥി. ഒറ്റയടിക്ക് കുതിച്ചു കയറി മുന്നോട്ട് വരുന്നത് ഷാഫി പറമ്പിലിന്റെ ഇതോട് കൂടിയിട്ടാണ്. അപ്പൊ ഇവിടെ പേരാമ്പ്രയിലും ഗുരുവായൂരും എല്ലാം തന്നെ CPM മുമ്പ് BJP ചെയ്തുകൊണ്ടിരിക്കുന്ന വർഗീയ രാഷ്ട്രീയം, അതേപോലെ SDPI പോലുള്ള സംഘടനകൾ ചെയ്യുന്ന വർഗീയ രാഷ്ട്രീയം ഇവിടെ പയറ്റുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. അതായത് അവർ പരാജയത്തിൻ്റെ ഭീകരത അവർ മുന്നിൽ കാണുന്നു. ഏതടവും ഏത് വൃത്തികെട്ട അടവും എന്ത് മാർഗവും സ്വീകരിച്ച് അവർ വിജയിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുമ്പോൾ അത് തിരിച്ചടിയായി മാറുന്നു എന്നുള്ളതാണ് സത്യം. കേരളത്തിലെ ജനത അത്ര വിഡ്ഢികളൊന്നുമല്ല. ഇവിടെ മതേതരത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങളാണ് 90%. 10% ഉണ്ടോ ഇല്ലേ എനിക്കറിയില്ല. പക്ഷേ ഈ 90% ആളുകളും ജാതി മതത്തിനപ്പുറം വിശ്വസിക്കുന്ന ആളുകൾ. കോഴിക്കോട് ജില്ല എന്ന് പറയുന്നത് ജാതി മതങ്ങൾക്ക് അപ്പുറം വിശ്വസിക്കുന്ന മതേതരത്വത്തിന്റെ ആൾക്കാരാണ്. അത് കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് പാർട്ടി ആയാലും CPI ആയാലും അതേപോലെ ലീഗായാലും അതിലെ അണികൾ, ഈ അണികളെ പ്രകോപനം ഉണ്ടാക്കി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി അവിടെ ഒരു വലിയ സംഘടനവും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന്റെ മനസ്സിൽ വിത്ത് പാകാനുള്ള പരിപാടിയാണ് ഈ CPM ചെയ്യുന്നത്. അതുകൊണ്ട് അത് വിജയിക്കില്ല. 100% അതിന് തിരിച്ചടി കഴിഞ്ഞ വർഷത്തെ മാതിരി ഷാഫി പറമ്പിലിന് കിട്ടിയ മാതിരി പേരാമ്പ്രയിൽ കിട്ടും. ഈ പറയുന്ന പെൺകുട്ടി വലിയ വിജയം നേടും എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇതിലിപ്പം സാർ പറഞ്ഞു വന്നത് CPM-ഉം BJP-യും തമ്മിൽ ഒരു രാഷ്ട്രീയപരമായിട്ടൊരു ഐക്യപ്പെടലുണ്ട് എന്നാണ്. അല്ല, അവർ ഓൾറെഡി ധാരണ വന്നു കഴിഞ്ഞു. ധാരണ വന്നു കഴിഞ്ഞാൽ BJP-യെ പോലുള്ള ഒരു പാർട്ടിയുടെ സഹായത്തോട് കൂടിയിട്ടാണ് പിണറായി വിജയൻ കഴിഞ്ഞ ശേഷം അധികാരത്തിലെത്തിയെന്നുള്ള കണക്കുകൾ ഉദ്ധരിച്ച് ആദ്യം ഞാനാണ് പുറത്തുവിടുന്നത്. അവരെ വോട്ടുകൾ എവിടേക്കാണ് മാറിയത് എന്നൊക്കെ കൃത്യമായി പറഞ്ഞിരുന്നു. BJP അവർ കൃത്യമായി വോട്ട് ചെയ്തതുമില്ല. കഴിഞ്ഞ തൃശ്ശൂർ ഇലക്ഷനിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാനുള്ള അമിത്ഷായുടെ നിർദ്ദേശം അപ്പടി പാലിച്ചുകൊണ്ട് അവിടെ പൂരം കലക്കലടക്കം ഉണ്ടാക്കിയത് പിണറായി വിജയൻ നേരിട്ടാണ് സത്യത്തിൽ. അതേപോലെയാണ് ഇത്തവണ 10 നിയോജക മണ്ഡലത്തിൽ BJP-ക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് CPM നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. അത് ചെയ്തേ പറ്റുള്ളൂ. അതിൽ പ്രമുഖരായ CPM-ന്റെ നേതാക്കന്മാരടക്കം മത്സരിക്കുന്ന സ്ഥലങ്ങളിലടക്കം BJP-ക്ക് വോട്ട് ചെയ്തേ പറ്റുള്ളൂ എന്ന അവസ്ഥയിലാണ്. വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവരും അല്ല, ഒരു നിശ്ചിത വോട്ട് ചെയ്യാനുള്ള പ്ലാൻ ചെയ്തു കഴിഞ്ഞു. ബാക്കി 130 സ്ഥലങ്ങളിലും BJP കോൺഗ്രസ് LDF-ന് അനുകൂലമായി വോട്ട് ചെയ്യും എന്നുള്ളതാണ് പരസ്പര ധാരണ. കാരണം കോൺഗ്രസ് അധികാരത്തിൽ വരുത്തുന്ന BJP ആഗ്രഹിക്കുന്നു. ഇത്തവണയും കൂടെ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ അടുത്ത തവണ മുതൽ ഇവിടെ BJP ആയിരിക്കും ശക്തമായ പാർട്ടി എന്നാണ് അവർ കണക്കൂട്ടുന്നത്. CPM ആണെങ്കിൽ തകർന്ന് തരിപ്പണമാവുകയും ചെയ്യും. അപ്പോൾ ഈ രൂപത്തിലുള്ള ഒരു പ്ലാനും പ്രവർത്തനവുമായിട്ടാണ് പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത്. പിണറായി വിജയനാകട്ടെ എങ്ങനെയെങ്കിലും അധികാരം കിട്ടുക എന്നുള്ളതാണ്. വർഗീയതയും വേണ്ടില്ല, BJP ആയാലും വേണ്ടില്ല, വേറെ ആരായാലും വേണ്ടില്ല, ഏത് വഴിക്ക്. ഇപ്പൊ SDPI അല്ലേ പിണറായി വിജയൻ കൂട്ടിയിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന നമ്മളൊന്നും ചിന്തിക്കാത്തത്ര മുസ്ലിം തീവ്രത കാണിക്കുന്ന പാർട്ടിയുമായിട്ടല്ലേ ഇവര് മുന്നോട്ട് പോകുന്നത്. അല്ലാന്ന് അദ്ദേഹം നിഷേധിച്ചിട്ടില്ലല്ലോ. അതെ, അവരെ വോട്ട് വേണ്ടാന്ന് അദ്ദേഹം പറഞ്ഞു. മുമ്പ് തലശ്ശേരിയിൽ പോയി EMS എന്ന് പറഞ്ഞിട്ട്
RSSന്റെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് അവിടെ രാജഗോപാൽ എന്ന് പറയുന്ന നമ്മുടെ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യയുടെ പിതാവ് വൻ വിജയം നേടിയത്. എന്നാൽ അങ്ങനെ ഒരു വാക്ക് പറയാൻ പിണറായി വിജയന് ധൈര്യമുണ്ടോ? എന്താ പറയാത്തത്? അതേസമയത്ത് VD സതീശൻ കൃത്യമായി പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് അങ്ങനെയുള്ള പാർട്ടിയുടെ വോട്ട് വേണ്ട. അത് SDPI പറഞ്ഞു. VD സതീശൻ ഞങ്ങളുടെ ശക്തമായ നിലപാടെടുത്തതെന്നുള്ളത് അവരെന്നെ പറഞ്ഞു. ഇവിടെ SDPI പറയാണ് ഞങ്ങൾ LDF നിലപാട് തിരുത്തുകയാണെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്യാമെന്നും പറഞ്ഞു SDPI. VD സതീശൻ ആ നിലപാട് അത് തിരുത്താൻ തയ്യാറല്ല എന്നും VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. അതല്ലേ ഒരു നിലപാട് എന്ന് പറയുന്നത്. നിലപാടിൽ ഊന്നിക്കൊണ്ടുള്ള ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം മാർക്സിസ്റ്റ് പാർട്ടി എന്നോ അവസാനിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അവർ ഭീതിയുടെ നിഴലിലാണ്. ഏത് സമയത്തും അവരെ പരാജയം തുറച്ചു നോക്കും. അതിനുശേഷം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിണറായി വിജയൻ ജയിലിലേക്ക് പോകേണ്ടി വരുന്ന അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം.